രാവിലെ തന്നെ മയമാക്കാനും മദ്രസത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഷോക്ക് അടിച്ച മാതിരി വണ്ടിമ്മ കയറിക്കൊണ്ടു. ഞാനൊരു കട്ടൻ ചായയൊക്കെ ബസ്സാക്കി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ മയമാക്ക് ഒടുവിൽ വണ്ടിമ്മ കയറിയിട്ടോ. 6:30 തന്നെ മദ്രസക്ക് 7 മണിക്ക് എത്തുമെന്നാവോ. ലേറ്റാൽ ചെന്നാലും സ്റ്റൈലാ വരുമെന്നല്ല പറഞ്ഞിട്ട് രജനിയോ അതോ വിജയോ ആരോ പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ നേരെ ഓടിയെത്തി അടുക്കളയിലാട്ടോ. ചീന്ന് പറയുന്ന ചട്ടിയിലേക്ക് ഷൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു കാലത്ത് മേശപ്പുറത്ത് നിന്നിട്ട് ഉമ്മച്ചിനോട് ഉമ്മ അപ്പം അമ്മ ദോശ അമ്മ ചായ പറയുമ്പോൾ ഓടി എത്തി എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ച കാലം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറ്റവും കുറവും പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ തന്നെ സ്വന്തമായി ഉണ്ടാക്കി തിന്നേണ്ട അവസ്ഥ വന്നത്. പിന്നെ നിങ്ങളോടായിട്ടൊക്കെ പറയുള്ളത് നമ്മളെ ഫോളോ ചെയ്ത് വെച്ചോ, കാരണം ഭാവിയിൽ അതൊരു ഉപകാരമായിട്ട് വരും. കാരണം ഞാൻ വലിയ സെലിബ്രിറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫോളോവറാന്നൊക്കെ പറയാം കേട്ടോ. ഇന്നൊക്കെ ഫോളോവേഴ്സ് ഇല്ല വെച്ചിട്ട് അതും കണക്കൂട്ടി ഇരിക്കാന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ചമ്മന്തിയൊക്കെ റെഡിയാക്കാൻ കേട്ടോ. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി അങ്ങനെ എല്ലാ സംഭവങ്ങളാണ് കറക്കിയെടുത്തു. അങ്ങനെ ഒരു സൂപ്പർ ചമ്മന്തിയും ചട്നിയും ദോശ ചട്നി ചമ്മന്തി അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടാറ്റ ബൈ ബൈ.